ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക വളരെയധികം സന്തോഷത്തിലാണുള്ളത്. അവൾ സിദ്ധുവിനോട് പറയുന്നുണ്ട്, 2 കോടി രൂപ കൈകളിലേക്ക് വന്നു, ഇനി ബാക്കിയുള്ള 2.5 കോടി രൂപ കൂടി ഉണ്ടാക്കിയാൽ മതി അല്ലേ സർ? ഇപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ സിദ്ധുവും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, അതേ ചന്ദ്രിക. അല്ല, ഇവിടെ നമ്മൾ ആരെ കാണാൻ വന്നതാണ്? അവരൊരു ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സർ, അത് നമുക്ക് യൂണിഫോമിൻ്റെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്ന ചീഫ് ഓഫീസറായിട്ടുള്ള രാജേന്ദ്ര സാറിൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. UK-യിൽ ഗാർമെൻറ്റ് ഷോപ്പ് തുടങ്ങാൻ വേണ്ടി പോകുന്ന ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഷോപ്പാണ് സർ ഇത്. ഓ, അങ്ങനെയാണോ? ശരി ചന്ദ്രിക, എങ്കിൽ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം അല്ലേ? വാ സർ. ചന്ദ്രിക സിദ്ധുവിനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അകത്തേക്ക് വന്ന വിവരം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഉള്ളിലുള്ള ഓഫീസർമാരോട് പോയിട്ട് പറയുന്നുണ്ടായിരുന്നു, സർ, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ചന്ദ്രിക എന്ന പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട്, അകത്തേക്ക് വരാൻ പറയൂ. ശരി സർ. അങ്ങനെ ചന്ദ്രികയോടും സിദ്ധാർത്ഥിനോടും അകത്തേക്ക് വരാൻ പറയാണ്. അവർ അനുവാദം വാങ്ങിച്ചതിന് ശേഷം അകത്തേക്ക് കയറുന്നുണ്ട്. അവർ രണ്ടുപേരും നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന സമയത്ത് ആ ഓഫീസർമാരായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് രാജേന്ദ്ര സാറ് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ലാഭമൊന്നും അധികമായി പ്രതീക്ഷിക്കാതെ നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോം തയ്ച്ചു കൊടുത്തതെന്ന്. അത് കേട്ട് സന്തോഷത്തോടെ സിദ്ധുവും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ US-ൽ വലിയൊരു ഗാർമെൻറ്റ്സ് തുടങ്ങാൻ വേണ്ടി പോകുവാണ്. ഞങ്ങൾ അതിൻ്റെ ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലൈസൻസ് ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ കിട്ടുമായിരിക്കും. അപ്പോൾ സിദ്ധാർത്ഥ ചന്ദ്രികയും സാധാരണ ഒരു കാര്യം കേൾക്കുന്നത് പോലെ അതൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, രാജേന്ദ്ര സാറ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അവിടേക്കുള്ള റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെ എല്ലാ ഓർഡറുകളും നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കേട്ടിട്ട് ചന്ദ്രിക അന്തം വിട്ട് വാ തുറന്നിരിക്കുകയാണ്. സിദ്ധാർത്ഥിനുമാണെങ്കിൽ അതിശയായിട്ട് പറയാൻ വയ്യ. അവൻ ആ ഒരു പുഞ്ചിരിയിലെല്ലാം ഒതുക്കുകയാണ്. അപ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യം പറയുന്നത് പോലെയാണ് അവർ രണ്ടുപേരും ആ ഒരു കാര്യം പറഞ്ഞത്. പക്ഷേ ചന്ദ്രികയും സിദ്ധാർത്ഥിനെയും സംബന്ധിച്ചിടത്തോളം അതൊരു ഏറ്റവും വലിയ ന്യൂസായിരുന്നു. നിങ്ങളെ കൊണ്ട് ഈ ഓർഡർ ഏറ്റെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് സാധിക്കും സർ. ചന്ദ്രിക ഒരു നിമിഷം പോലും ആലോചിക്കാതെയാണ് മറുപടി പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു വലിയ ഓർഡറാണ്. നിങ്ങളൊരു പക്ഷേ രാത്രിയും രാവിലെയും ഇല്ലാതെ കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യേണ്ടി വരും. ചന്ദ്രിക ചെറുതായിട്ടൊന്ന് ആലോചിക്കുന്ന സമയം കൊണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നവുമില്ല സർ, തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാം. അപ്പോൾ അവർ വന്നത് വേറൊരു കാര്യത്തിനാണെങ്കിൽ ഇത്രയും നല്ലൊരു ഗുഡ് ന്യൂസ് കേട്ടതിൻ്റെ സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും ഉള്ളത്. ശരി സർ, ചന്ദ്രിക തന്നെയാണ് മറുപടി പറയുന്നത്. അതിനുശേഷമാണ് ചന്ദ്രിക അവളുടെ വിഷയം അവതരിപ്പിക്കുന്നത്. സർ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്താ, പറയൂ. ചന്ദ്രിക നിർത്തി പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സർ, എൻ്റെ അച്ഛൻ്റെ വീട് ലേലത്തിലായിട്ടാണുള്ളത്. ചന്ദ്രിക അതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് രണ്ടുപേർക്കും വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഒരല്പനേരം അവർ രണ്ടുപേരും പരസ്പരം ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനും വലിയ പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല. സിദ്ധാർത്ഥ് നിരാശയോടെ വിളിക്കാൻ നിൽക്കുകയാണ്, സർ. അപ്പോഴേക്കും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പെട്ടുള്ള അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഞങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അത് കേട്ടതും സിദ്ധാർത്ഥിന് അതിശയമായിട്ട് അവൻ സന്തോഷത്തോടെ ചന്ദ്രികയെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ചന്ദ്രികയ്ക്കും ഒത്തിരി സമാധാനമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം സിദ്ധാർത്ഥിനോടായിട്ട് പറയാണ്, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താ സർ? ഞങ്ങളിപ്പോൾ തരാൻ വേണ്ടി പോകുന്ന എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടാണ് തരുന്നത്. നിങ്ങൾ ഞങ്ങൾക്കുള്ള റെഡിമെയ്ഡ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിച്ച് കുറച്ചായിട്ട് ഞങ്ങൾക്ക് തരുന്നതിനനുസരിച്ച് ഈ ഒരു എമൗണ്ട് ഞങ്ങൾ കുറച്ച് കൊണ്ടുവരും. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക, ഇത് ഓക്കെ അല്ലേ? അവർ രണ്ടുപേരും ശബ്ദം താഴ്ത്തി പരസ്പരം ചോദിക്കുകയാണ്. അതെ, ഡീലാണ്. അപ്പോൾ ചന്ദ്രിക തന്നെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് സമ്മതമാണ് സർ. അങ്ങനെയാണെങ്കിൽ 1.5 കോടി രൂപ ഞങ്ങൾ നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്. അവർക്കും ആ ഒരു ഡീലിന് സമ്മതമായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഞങ്ങൾ ജോലി ചെയ്ത് കുറച്ചായിട്ട് ഞങ്ങളുടെ കടം തീർത്തോളാം സർ. ഓ, എങ്കിൽ ശരി, നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരും വന്ന് ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് 1.5 കോടി രൂപയുടെ ചെക്ക് വാങ്ങിച്ചിട്ട് പോയിക്കോളൂ. ചന്ദ്രികയും സിദ്ധാർത്ഥും അവരോട് പറഞ്ഞറിയിക്കാനാവാത്ത നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് സർ, ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ നാളെ തന്നെ വന്നിട്ട് ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തോളാം.
അവരോട് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞിട്ട് യാത്ര ചോദിച്ചിട്ട് സിദ്ധാർത്ഥും ചന്ദ്രികയും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് ചന്ദ്രികയും സിദ്ധാർത്ഥും പോയിട്ടുണ്ടായിരുന്നത് ഒരു വ്യാപാരിയുടെ അടുത്തേക്കായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണുള്ളത്. അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് അദ്ദേഹത്തോട് ചന്ദ്രിക എന്ന പേരിൽ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് അകത്തേക്ക് വരാൻ പറയുകയാണ്. അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥ് വന്നപ്പോൾ അദ്ദേഹം ഇരിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം തന്നെ പറയുകയാണ്, ചന്ദ്രിക, ഞാൻ എന്തിനാണ് ഇപ്പോൾ നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പുതുതായിട്ടുള്ള റെഡിമെയ്ഡ് ഷോപ്പ് കോയമ്പത്തൂരിൽ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടുന്ന റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ നിങ്ങളുടെ കമ്പനിയിലേക്ക് തയ്ക്കാൻ തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു നിർത്തിയതും ചന്ദ്രികയും സിദ്ധാർത്ഥിനും പറഞ്ഞറിയിക്കാനാവാത്ത അതിശയമായിരുന്നു. കാരണം ഒന്നിനുമേൽ ഒന്നായിട്ട് ഓരോരോ പുതിയ പുതിയ വർക്കുകളും കമ്പനിയിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക അതിശയം മറച്ചു വെക്കാതെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ഓർഡർ തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സർ. ഒരുപാട് നന്ദിയുണ്ട് സർ. അപ്പോൾ അദ്ദേഹം പറയാണ്, ചന്ദ്രിക, നിങ്ങൾ സ്കൂൾ യൂണിഫോമിൻ്റെ ഓർഡർ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ചന്ദ്രികയും സിദ്ധാർത്ഥും അത് കേട്ട് അഭിമാനത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അതുകൊണ്ടാണ് എൻ്റെ പുതിയ ബ്രാഞ്ചിലേക്കുള്ള മുഴുവൻ ഡ്രസ്സിൻ്റെയും റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെയും ഓർഡർ നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ കരുതിയത്. സിദ്ധാർത്ഥനും ചന്ദ്രികയ്ക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ടെൻഡറിൽ നിങ്ങൾക്ക് പറയത്തക്ക ഒരു പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ സർ, സിദ്ധു പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾ വളരെയധികം ലോ പ്രോഫിറ്റിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. വേറെ ആരായിരുന്നാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് അവർ പ്രോഫിറ്റ് എടുക്കുകയായിരുന്നു ചെയ്യുക. എന്നാൽ നിങ്ങളാണെങ്കിൽ പ്രോഫിറ്റ് കുറച്ചിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. വെൽഡൺ ചന്ദ്രിക. നന്ദി സർ. നാളെ നല്ലൊരു ദിവസമാണ്. എല്ലാ എഗ്രിമെൻറ്റിൻ്റെ പേപ്പറുകളും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വന്ന് സൈൻ ചെയ്തതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിദ്ധാർത്ഥാണെങ്കിൽ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണുള്ളത്. ചന്ദ്രിക ഏതോ സ്വപ്നലോകത്ത് ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു ഓർഡർ തരാനാണ് അദ്ദേഹം വിളിച്ചതെന്ന് ചന്ദ്രിക സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ സർ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ശരി ചന്ദ്രിക, നാളെ നമുക്ക് നേരിട്ട് കാണാം, നിങ്ങൾ പോയിക്കോളൂ. താങ്ക് യു സർ എന്ന് പറഞ്ഞ് രണ്ടുപേരും അദ്ദേഹത്തിന് കൈയൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ചന്ദ്രിക സിദ്ധാർത്ഥിനെ പിന്നീന്ന് വിളിക്കുകയാണ് ശബ്ദം താഴ്ത്തിയിട്ട്. സിദ്ധു സർ. എന്താ ചന്ദ്രിക? സർ, നമുക്ക് വീടിന് വേണ്ടുന്ന ചെറിയൊരു പണം ഇവിടെ നിന്ന് കിട്ടിയെങ്കിലോ? അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് സാറിനോട് ചോദിച്ചു നോക്കിയാലോ? സിദ്ധാർത്ഥ് അല്പനേരം ആലോചിച്ച് നോക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ചോദിച്ചു നോക്കൂ. അങ്ങനെ ചോദിച്ചാൽ തെറ്റിദ്ധരിക്കുമോ സർ? ഏയ്, എന്താ ചന്ദ്രിക, ചോദിച്ചു നോക്ക്. തെറ്റിദ്ധരിക്കൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വാ, നീ തന്നെ ചോദിച്ചു നോക്ക്. അവർ വീണ്ടും തിരിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ്, സർ. അപ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞിട്ട് ചന്ദ്രികയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക? അച്ഛൻ്റെ വീട് ലേലത്തിൽ വന്നു. അപ്പോൾ അത് മറ്റാർക്കും കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു വലിയ എമൗണ്ടിൽ ഞാൻ ആ ലേലം പിടിച്ചു. എന്നാൽ അതിന് കൊടുക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല. നിങ്ങൾ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പണം കുറച്ച് മുൻകൂട്ടി അഡ്വാൻസ് എന്ന രീതിയിൽ തരികയാണെങ്കിൽ അതെനിക്ക് വലിയ ഉപകാരമാവുമായിരുന്നു സർ. അദ്ദേഹം അല്പനേരം ആലോചിക്കുന്ന സമയം ചന്ദ്രികയും സിദ്ധാർത്ഥും ഭയത്തോടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താ ചന്ദ്രിക, നിനക്ക് നാളെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷം തരാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പകുതി പണം അഡ്വാൻസ് ആയിട്ട് തരാം. ചോദിച്ചിരുന്നെങ്കിലും അത് കിട്ടുന്ന ചന്ദ്രികയും സിദ്ധാർത്ഥും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഇത്ര പെട്ടെന്ന് അത് സമ്മതിച്ചപ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് സർ എന്നൊക്കെ പറഞ്ഞ് തൊഴുകൈയോടെയാണ് അവർ പോകുന്നത്. അങ്ങനെ പിറ്റേന്ന് കാണിക്കുന്നത് പണമൊക്കെ കിട്ടിയതിന് ശേഷം അത് എണ്ണി തിട്ടപ്പെടുത്തുകയാണ് സിദ്ധാർത്ഥും ചന്ദ്രികയും മഹേന്ദ്രനും ലക്ഷ്മിയും മലരും ഒക്കെ ചേർന്നിട്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ ആ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ പണമൊക്കെ സിദ്ധാർത്ഥ് തന്നെയാണ് മുന്നിരുന്നിട്ട് അതിൻ്റെ ആ ഒരു മെഷീൻ വെച്ചിട്ട് എണ്ണി കൗണ്ടൊക്കെ ചെയ്ത് തിട്ടപ്പെടുത്തുന്നത്. മഹേന്ദ്രൻ അതൊക്കെ പെട്ടിയിലെടുത്ത് അടുക്കി വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുഴുവനായതിനു ശേഷം സിദ്ധാർത്ഥ് മഹേന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിൾ, ഇത് 3,99,00,000 രൂപയാണുള്ളത്. നമുക്കിനിയും 60 ലക്ഷം രൂപയുടെ കുറവ് കൂടി ഉണ്ട്. അപ്പോൾ ചന്ദ്രിക ആകെ ഡെസ്പായിരിക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, നമ്മൾ ചോദിക്കാവുന്ന എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞു, ഇനി ആരോടാണ് ചോദിക്കുക? ഇനി ചോദിച്ചാൽ ആരും തരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ആ ഒരു നിരാശയിലാണുള്ളത്. അപ്പോൾ സിദ്ധുവിനോട് മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു ചെയ്യുക? അവനും അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിദ്ധു തന്നെ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ കിട്ടിയ പണം തൽക്കാലം സേട്ടിന് കൊടുക്കാം. ശരി സിദ്ധു, നീ പറഞ്ഞത് ശരിയാണ്.
തൽക്കാലം ഈ പണം കൊടുത്തതുകൊണ്ട് നമുക്ക് കുറച്ച് അവധി ചോദിക്കാം. ചന്ദ്രിക ഉൾപ്പെടെ എല്ലാവരും ടെൻഷനോടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ ആകെ പൂജാമുറിയിൽ പ്രാർത്ഥനയൊക്കെ ആയിട്ട് തിരക്കിലാണ്. മണിയൊക്കെ അടിച്ച് വലിയ പ്രാർത്ഥനയിലാണ്. അപ്പോഴേക്കും മനോഹരനും മേഘയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചി, എന്താ വലിയ പ്രാർത്ഥനയിലാണല്ലോ പൂജാമുറിയിൽ? ആരുടെ കുടുംബം നശിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ ചന്ദ്രികയുടെ കുടുംബം നശിക്കാൻ വേണ്ടിയാ. ആ, എനിക്ക് തോന്നി. ചേച്ചി ദൈവത്തിൻ്റെ അടുത്ത് നല്ല കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് എനിക്കൊരു സംശയം. എപ്പോഴും മറ്റുള്ളവരുടെ മോശം കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിക്കാറ്. അപ്പം മുത്തശ്ശി ഇങ്ങനെ നോക്കുകയാണ് മനോഹരനെ ദേഷ്യത്തോടെ. ചേച്ചി ഇങ്ങനെ നോക്കണ്ട. എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മോശം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനേ പാടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. അതൊക്കെ മേഘയെ കൂടി ചേർത്തുകൊണ്ടാണ് മനോഹരൻ പറയുന്നത്. ഇതുവരെ മറ്റുള്ളവർക്ക് മോശം സംഭവിക്കണമെന്ന് വിചാരിച്ച് ചേച്ചി പ്രാർത്ഥിച്ച് ഇപ്പം അതൊക്കെ നമുക്കല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന മേഘ ഇന്നെല്ലാം നഷ്ടപ്പെട്ട് നടു റോട്ടിലായെങ്കിൽ അതിനൊരു കാരണം ചേച്ചിയുടെ ഈ പ്രാർത്ഥനയും കൂടിയാണ്. വായ് പൂട്ടടാ. ഇനി ഇതുപോലുള്ള സംസാരിച്ചാൽ നിൻ്റെ വായിക്കിട്ട് ഞാൻ കിട്ടും. ചന്ദ്രികയ്ക്ക് ആരും 4.5 കോടി രൂപ കൊടുത്തിട്ട് സഹായിക്കരുത്. അവള് ഈ വീട് വാങ്ങിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും ദൈവം കാത്തു നിൽക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിട്ട്. മനോഹരൻ തിരിച്ചു പറയാണ്. മേഘ ആകെ തകർന്ന അവസ്ഥയിലാണ്. അവൾ പറയുന്നുണ്ട്, മുത്തശ്ശി നിങ്ങൾ 2 പേരും തല്ല് കൂടുന്നത് ആദ്യം ഒന്ന് അവസാനിപ്പിക്കുക. ഞാൻ തന്നെ വല്ലാത്ത ടെൻഷനിലാണുള്ളത്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ചന്ദ്രിക 4.5 കോടി അറേഞ്ച് ചെയ്ത് സേട്ടിന് കൊടുക്കുകയാണെങ്കിൽ ഈ വീട് പിന്നീട് അവൾക്ക് സ്വന്തമാവും. മേഘക്ക് ആകെ കൂടെ ടെൻഷൻ കയറുകയാണ്. മുത്തശ്ശിക്ക് അത് ഓർക്കും തോറും പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അവർ താടിക്കൊക്കെ കൈവെക്കുന്നുണ്ട്. അപ്പം മേഘ സങ്കടത്തോടെ പറയാണ്, ചന്ദ്രികയ്ക്ക് ആ പണം കിട്ടാൻ പാടില്ല. അതുമാത്രമല്ല അവൾ ഈ വീട് വാങ്ങിക്കാനും പാടില്ല. മേഘയ്ക്ക് പേടിയാവുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട മേഘമോളെ. ചന്ദ്രികയ്ക്ക് അത്ര പണമൊന്നും കിട്ടാൻ പോകുന്നില്ല. 4.5 കോടി കൊടുത്ത് ചന്ദ്രികയെ കൊണ്ട് ഈ വീട് വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണോ നീ? ഒരിക്കലും ചന്ദ്രികയെ കൊണ്ട് അത് സാധിക്കില്ല. അവൾക്ക് ആ ഓടിട്ട വീടാണ് കാലാകാലം ജീവിക്കാനുള്ളത്. അപ്പോൾ വലിയ അഭിമാനത്തോടെയാണ് മനോഹരൻ പറയുന്നത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് ആ ഓടിട്ട വീടെങ്കിലും എപ്പോഴും ഉണ്ട്. നമുക്കിപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി ചന്ദ്രിക ഈ വീട് ലേലത്തിലെടുത്തിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും എടുക്കും. അങ്ങനെ അവളല്ലാതെ അയാൾ വരികയാണെങ്കിൽ നമ്മളെല്ലാവരും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവേണ്ടി വരും. ചേച്ചി, നമ്മൾ നടുറോട്ടിൽ നിൽക്കുന്നതിലല്ല കാര്യം. നമ്മൾ കാരണം 4 ആൾക്കാർ നടുറോട്ടിലാവണം, അതാണ് കാര്യം. മേഘയുടെ ആ ഒരു സൈക്കോളജിയാണ് മനോഹരൻ പറയുന്നത്. എല്ലാം കൂടെ കേട്ടപ്പോൾ മേഘക്കാകെ തല പൊട്ടിത്തെറിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. മേഘ പറയുന്നുണ്ട്, അയ്യോ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് ടെൻഷനായിട്ട് പാടില്ല. ചന്ദ്രികയ്ക്ക് ആ പണം കിട്ടാൻ പാടില്ല. അതൊന്നും നടക്കില്ല മേഘ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന മനോഹരനെ വായിക്കൂടി കമ്പി കുത്തി കാവടിയെടുത്ത് നടന്ന് പഴനിക്ക് പോയി ഇവനെ മൊട്ടയടിക്കണം എന്നാണ് ഞാൻ ദൈവത്തോട് നേർന്നിട്ടുള്ളത്. അത് കേട്ടിട്ട് മനോഹരൻ ഞെട്ടലോടെ പറയാണ്, എന്താ ചേച്ചി ഇത്? നിങ്ങളുടെ നേർച്ച വല്ലാത്ത ക്രൂരമായി പോയല്ലോ. നീ എന്നെ മൊട്ടയടിക്കാൻ വേണ്ടി നേർന്നതല്ലേ, അതുകൊണ്ട് പകരത്തിന് ഞാൻ നിന്നെയും മൊട്ടയടിക്കാതെ വിടില്ല. അത് കേട്ടപ്പോൾ തന്നെ മനോഹരൻ വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അയ്യോ ചേച്ചി, എന്നെ വിട്ടേക്ക്. മൊട്ടയടിക്കണത്രേ, മൊട്ട എന്നും പറഞ്ഞിട്ട് മനോഹരൻ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോഴേക്കും മേഘയുടെ മുഖത്തേക്കാണ് മുത്തശ്ശി നോക്കുന്നത്. ആകെ തകർന്ന അവസ്ഥയിലാണ് മേഘ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവിടേക്ക്, അതായത് മേഘ താമസിക്കുന്ന വീട്ടിലേക്ക് സേട്ട് കുറച്ച് ആൾക്കാരെയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയ്ക്ക് ശേഷം ലേലം എടുത്തിട്ടുണ്ടായിരുന്ന സുന്ദറിനെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ ഭയന്നിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ചന്ദ്രിക മുഴുവൻ പണമായിട്ടല്ലല്ലോ പോയിട്ടുണ്ടാവുക. അപ്പോൾ സുന്ദർ സന്തോഷത്തോടെ സേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താ സേട്ടെ ആലോചിക്കുന്നത്? ഇന്ന് ചന്ദ്രിക മുഴുവൻ പണവും തന്നിട്ടില്ലെങ്കിൽ ഈ വീട് എനിക്കുള്ളതല്ലേ? അതെ സുന്ദർജി, ഇതിലെന്തിനാണ് നിങ്ങൾ സംശയിക്കുന്നത്? സേട്ടനൊന്നും ആലോചിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ലക്ഷ്മി വേഗം ഓടിയിട്ട് അകത്തേക്ക് വന്നിട്ട് പണം എണ്ണിക്കൊണ്ടിരുന്ന മഹേന്ദ്രനോടും സിദ്ധാർത്ഥനോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, നോക്ക് ഏട്ടാ, സേട്ട് പുറത്തു വന്നിട്ടുണ്ട്, എല്ലാവരും വാ. ആ ചന്ദ്രിക വാ, എല്ലാ പണത്തിൻ്റെ എല്ലാ ബാഗും എടുത്തിട്ട് വാ. ശരി അച്ഛാ, ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സാവകാശം ചോദിച്ചു നോക്കാം. മഹേന്ദ്രൻ സിദ്ധാർത്ഥനോട് പറഞ്ഞപ്പോൾ അവനും അത് അംഗീകരിക്കുകയാണ്. അവരെല്ലാവരും ഓരോ ബാഗും എടുത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പണം അടങ്ങിയ ബാഗായിരുന്നു അത്. ആ സമയത്ത് സേട്ട് സുന്ദറിനോട് പറയുന്നുണ്ട്, സുന്ദർജി, ചന്ദ്രിക ഇത് അവളുടെ അച്ഛൻ്റെ വീടാണെന്നുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ്സിലെടുത്തതാണ്.
ഒരുപക്ഷെ ആ ഒരു പണം ചന്ദ്രികയെ കൊണ്ട് തരാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീട് നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. ഇത്രയും വലിയൊരു സ്ഥലത്തെ വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ബിയർ ഫാക്ടറി ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സ്ഥലം അവർക്ക് മറിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓ, അങ്ങനെയാണോ? അപ്പോൾ ഈ സ്ഥലത്തൊരു ബിയർ ഫാക്ടറി ആയിരിക്കും അല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വീടിരിക്കുന്ന വീടൊക്കെ നിങ്ങൾ ഇടിച്ചു നിരത്തുമായിരിക്കും അല്ലേ? അതെ അതെ, ഈ വീട് ഇടിച്ചു നിരത്തിയിട്ട് വേണം ബിയർ ഫാക്ടറി കെട്ടാൻ വേണ്ടിയിട്ട്. അയ്യോ, ഇത്രയും വലിയൊരു വീട് ഇടിച്ചു നിരത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വയ്യ, സേട്ടും പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രികയും സിദ്ധുവും അവളുടെ അച്ഛനും അമ്മയും പലരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാദ്യം പരസ്പരം നമസ്കാരമൊക്കെ പറഞ്ഞതിന് ശേഷം സേട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക, എമൗണ്ട് റെഡിയായോ? ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ ഒക്കെ മുഖം വാടുന്നുണ്ട്. ചന്ദ്രികയും ചെറിയൊരു സങ്കടത്തോടെയാണ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ് അവധി തന്ന 3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരുടെ അടുത്തും ഞങ്ങൾ സഹായം ചോദിച്ചു. 3,90,00,000 ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 60 ലക്ഷം ഞങ്ങളെക്കൊണ്ട് ഇപ്പോൾ തരാൻ സാധിക്കില്ല. ഞങ്ങൾക്കൊരു 3 മാസത്തെ സമയം തരികയാണെങ്കിൽ ഞങ്ങൾ അതും തരാം. അത് കേട്ട സമയത്ത് സേട്ട് സുന്ദറിനെ നോക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് കുറച്ച് ദേഷ്യത്തോട് പറയുന്നുണ്ട്, എന്താ മാഡം അവസാന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ലേലം വിളിച്ച മുഴുവൻ എമൗണ്ട് തരികയാണെങ്കിലല്ലേ എനിക്ക് നിങ്ങൾക്ക് ഈ വീട് തരാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ശേഷം ലേലം വിളിച്ച സുന്ദർജിക്ക് ഈ വീട് പോകുമെന്ന് ഞാൻ അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അത് കേട്ട സമയത്ത് ചന്ദ്രികയും മഹേന്ദ്രനും ലക്ഷ്മിയൊക്കെ ആകെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. സുന്ദരനാണെങ്കിൽ സന്തോഷമായിട്ടുണ്ടായിരുന്നു ചന്ദ്രിക മുഴുവൻ തുകയും സംഘടിപ്പിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോൾ. അപ്പോൾ സിദ്ധു വീണ്ടും ചോദിക്കുന്നുണ്ട്, സർ, ഞങ്ങൾ ലേലം വിളിച്ച ഏകദേശം 80% ഞങ്ങൾ സംഘടിപ്പിച്ചല്ലോ. ഇനി ബാക്കി ഒരു 20% എമൗണ്ട് അല്ലേ ഉള്ളൂ. ഒരു 3 മാസം കൂടി സമയം തരൂ. തീർച്ചയായിട്ടും ഞങ്ങൾ എങ്ങനെയെങ്കിലും പണം തരും. 3 മാസത്തെ സമയം തരാനൊന്നും സാധിക്കില്ല. സേട്ട് പറഞ്ഞു തീരും മുന്നേ സുന്ദർ പറയുന്നുണ്ട്, സേട്ജി, അവരെ കൊണ്ട് പണം തരാൻ സാധിക്കില്ലെങ്കിൽ ഇപ്പം തന്നെ പറയൂ, മുഴുവൻ എമൗണ്ട് തന്നിട്ട് ഞാൻ ഈ വീട് ഏറ്റെടുക്കാം. സുന്ദർ പറഞ്ഞത് കേട്ടതും മഹേന്ദ്രനും ലക്ഷ്മിയും അതുപോലെ ചന്ദ്രികയും സിദ്ധാർത്ഥവും ഒക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.